തിരൂരിൽ IHT തന്നെ ഹിറ്റ്. നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ IHT 25ാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു. ഗവൺമെന്റ് PSC അംഗീകരിച്ച വിവിധ കോഴ്സുകൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ, നോർക്ക അറ്റസ്റ്റേഷൻ, AI ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം, പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം. IHT കോളേജ്, പയ്യനങ്ങാടി, തിരൂർ. ബ്രാഞ്ച് പോലീസ് ലൈൻ. ഫോൺ 9847 300 120. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. വരുന്നു സെക്രട്ടേറിയറ്റിനു മുന്നിൽ പട്ടിണി സമരം. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിൽ നിയമിതരായി വിവിധ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന പ്രൈമറി കമ്മ്യൂണിറ്റി പാലിയേറ്റീവ് നഴ്സുമാർ കടുത്ത അവഗണനയും സാമ്പത്തിക പ്രതിസന്ധിയും നേരിടുകയാണെന്ന് പ്രൈമറി കമ്മ്യൂണിറ്റി പാലിയേറ്റീവ് നഴ്സ് അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 7 മാസത്തിലേറെയായി വേതനം ലഭിക്കാത്തതിനാൽ നിരവധി നഴ്സുമാർ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും ഇത് പാലിയേറ്റീവ് സേവനങ്ങളെ തന്നെ അവതാളത്തിലാക്കുന്ന സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണെന്നും അവർ പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ലഭിക്കേണ്ട പ്ലാൻ ഫണ്ട് വിതരണം വൈകിയതിനെ തുടർന്ന് 2025 ഡിസംബർ മാസം മുതലുള്ള വേതനമാണ് മുടങ്ങിക്കിടക്കുന്നത്. ഇവിടെ പ്രധാനമായ വിഷയം, ഇവർക്ക് കഴിഞ്ഞ 7 മാസമായി ശമ്പളം കിട്ടിയിട്ടില്ല. കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിൽ അവരെ നിയമിച്ച് ആരോഗ്യ വകുപ്പിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന പാലിയേറ്റീവ് നഴ്സുമാരാണ്. ഈ പാലിയേറ്റീവ് നഴ്സുമാരെ നമ്മൾ എടുക്കുമ്പോൾ ആദ്യമായി വിശദീകരിക്കേണ്ടതുണ്ട്. കാരണം 3 തരം പാലിയേറ്റീവ് മേഖലയുണ്ട്. ഒന്ന്, സന്നദ്ധ സംഘടന നടത്തുന്ന പാലിയേറ്റീവ് കെയർ സെന്ററുകളുണ്ട്. അവർക്ക് ശമ്പളം കൊടുക്കുന്നത് സന്നദ്ധ സംഘടന പിരിവെടുത്ത് അവരുടെ വീതമായിട്ടാണ് ശമ്പളം കൊടുക്കാറുള്ളത്. പിന്നെ ഒന്ന്, NHM എന്ന് പറയുന്ന നാഷണൽ ലെവലുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരത്തോടു കൂടി പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് നിയമിക്കുന്ന നഴ്സുമാരുണ്ട്. അവര് ഓരോ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ഈ പാലിയേറ്റീവ് നഴ്സുമാരെ ക്രോഡീകരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു വിഭാഗമാണ്. അത് ഗവൺമെന്റ് സ്റ്റാഫാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തുകൾ 20,000 പോപ്പുലേഷന് ഒരു നഴ്സ് എന്ന രീതിയിൽ, ഒരു യൂണിറ്റ് എന്ന രീതിയിൽ, 20,000-ൽ കൂടുതലുണ്ടെങ്കിൽ 2 യൂണിറ്റ് എന്ന രീതിയിൽ പഞ്ചായത്തുകൾ നിയമിക്കപ്പെടുന്ന ഗവൺമെന്റ് ലെവൽ ശമ്പളം ഓണറോറിയം അനുവദിക്കുന്ന ആരോഗ്യ വകുപ്പിന്റെ കീഴിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുഖേന എല്ലാ ജില്ലാ താലൂക്ക് ആശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തുന്ന ഒരു വിഭാഗമാണ് പ്രൈമറി കമ്മ്യൂണിറ്റി പാലിയേറ്റീവ് നഴ്സുമാർ. ഇവരെ സംബന്ധിച്ചിടത്തോളം 19 വർഷമായി ഈ സംവിധാനം നിലവിൽ വന്നിട്ട്, ഈ പാലിയേറ്റീവ് കെയർ സംവിധാനം. ഈ 19 വർഷത്തെ ഇടയിൽ എല്ലാ വർഷവും കരാർ പുതുക്കി താൽക്കാലികക്കാരായിട്ടാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. ഇതുവരെ ഇവരുടെ സ്ഥിര നിയമനം നടത്താൻ ഒരു ഗവൺമെന്റുകളും, മാറി മാറി വന്ന ഗവൺമെന്റുകൾ ആരും തന്നെ തയ്യാറാക്കില്ല. കേരളത്തിലെ ആകെ 3,000-4,000 ഇടയിലുള്ള ഈ പ്രൈമറി പാലിയേറ്റീവ് നഴ്സുമാരെ സ്ഥിരപ്പെടുത്തണമെന്നുള്ളത് ഒരുപാട് കാലത്തെ ആവശ്യമാണ്. കാരണം രോഗികളുമായി ഏറ്റവും കൂടുതൽ അടുത്തിടപഴകുന്ന ഒരു വിഭാഗമാണ് പ്രൈമറി കമ്മ്യൂണിറ്റി പാലിയേറ്റീവ് നഴ്സുമാർ. ഞാൻ നേരത്തെ പറഞ്ഞ NHM എന്ന് പറയുന്ന ആ വിഭാഗത്തിന് ഇവരെ ഫോളോ അപ്പ് ചെയ്താൽ മതി, നിർദ്ദേശങ്ങൾ കൊടുക്കുക, അതിന്റെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നല്ലാതെ രോഗികളുമായി കൂടുതൽ ഇടപഴകുന്നത് ഈ പ്രൈമറി കമ്മ്യൂണിറ്റി പാലിയേറ്റീവ് നഴ്സുമാരാണ്. അത് നിപ വന്നാലും കോവിഡ് വന്നാലൊക്കെ നമ്മൾ കണ്ടതാണ്. 3 മീറ്റർ അകലത്തിൽ ഡോക്ടർമാർ വരെ രോഗികളെ പരിശോധിച്ചിരുന്ന കാലത്ത് രോഗികളെ അടുത്ത് ചെന്ന് അവരെ കുളിപ്പിക്കുവാനും മുറിവ് കെട്ടാനും അവരുടെ പരിചരണത്തിനും ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിന്ന് ഒരുപാട് കോവിഡ് രോഗികളുണ്ടായി. നിപ രോഗം ബാധിച്ച ഒരു വിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ പ്രൈമറി കമ്മ്യൂണിറ്റി പാലിയേറ്റീവ് നഴ്സുമാർ. പക്ഷെ അവർക്ക് എന്നും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അവഗണനയാണ്. ഇപ്പൊ നമുക്കറിയാം, അവരെ കുറ്റപ്പെടുത്തിയാൽ ആശാ വർക്കർമാരുടെ ഒരു സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നമ്മൾ കണ്ടു. അവരുടെ നിരന്തരമായ സമരത്തിന്റെ ഫലമായി അവർക്ക് ഇപ്പോ ആനുകൂല്യങ്ങളുടെ പെരുമഴയാണ്. പക്ഷെ അവര് സമരം നടത്തി മുടി മുറിച്ചു എന്നതുകൊണ്ട് അവർക്ക് ആനുകൂല്യം ലഭിച്ചു എന്നല്ലാതെ ഇവര് രോഗികളുമായി ഏറ്റവും കൂടുതൽ അടുത്തിടപഴകുന്ന ഈ വിഭാഗത്തിന് ഇന്ന് വരെ ഒരു ആനുകൂല്യങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളത് വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ്. വേതനം ലഭിക്കാത്തതിനാൽ വായ്പകളും കുടുംബ ചെലവുകളും മക്കളുടെ വിദ്യാഭ്യാസ ചെലവുകളും വഹിക്കാൻ കഴിയാതെ പലരും കടുത്ത ദുരിതത്തിലാണ്. വാടക വീടുകളിൽ താമസിക്കുന്നവർ കുടിയൊഴിപ്പിക്കൽ ഭീഷണിയും നേരിടുകയാണ്. പ്ലാൻ ഫണ്ട് ലഭ്യമല്ലാത്തതിനാൽ പാലിയേറ്റീവ് ഹോം കെയറിന് പോകുന്ന വാഹനത്തിന്റെ ദിവസവാടക, ഹോം കെയർ ടീമിന്റെ ഭക്ഷണ ചെലവ്, രോഗികൾക്ക് അത്യാവശ്യം വേണ്ടിവരുന്ന മരുന്നുകൾ, രോഗി പരിചരണത്തിന് ആവശ്യമായ സർജിക്കൽ സാധനങ്ങൾ എന്നിവ വാങ്ങുന്നതിനും ഫണ്ടില്ലാത്തത് ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്.
മാത്രമല്ല ഇത് പാലിയേറ്റീവ് പ്രവർത്തനത്തെ തന്നെ സാരമായി ബാധിക്കും. ഈ അവസ്ഥ തുടർന്നാൽ പല തദ്ദേശ സ്ഥാപനങ്ങളിലും പാലിയേറ്റീവ് പ്രവർത്തനം തന്നെ സ്തംഭനാവസ്ഥയിലാവുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായി ഇടപെട്ട് മുടങ്ങിയ വേതനം വിതരണം ചെയ്യണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടു. തദ്ദേശ സ്ഥാപനങ്ങളാണ് പ്രൈമറി പാലിയേറ്റീവ് നഴ്സുമാരെ നിയമിക്കുന്നതെങ്കിലും ഇവർ പ്രവർത്തിക്കുന്നത് ആരോഗ്യ വകുപ്പിന്റെ കീഴിലുള്ള ജില്ലാ ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികൾ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലാണ്. 20,000 ജനസംഖ്യയുള്ള ഓരോ തദ്ദേശ സ്ഥാപന പരിധിയിലും ഒരു പാലിയേറ്റീവ് നഴ്സും അതിൽ കൂടുതലുള്ള പ്രദേശങ്ങളിൽ 2 നഴ്സുമാരുമാണ് സേവനമനുഷ്ഠിക്കുന്നത്. സംസ്ഥാനത്ത് ഏകദേശം 3000-ഓളം പ്രൈമറി കമ്മ്യൂണിറ്റി പാലിയേറ്റീവ് നഴ്സുമാരാണ് നിലവിൽ ജോലി ചെയ്യുന്നത്. കഴിഞ്ഞ 19 വർഷമായി പ്രൈമറി പാലിയേറ്റീവ് സംവിധാനം നിലവിലുണ്ടെങ്കിലും ഈ വിഭാഗം ജീവനക്കാർക്ക് ലഭിക്കുന്ന വേതനത്തിലും സേവന ആനുകൂല്യങ്ങളിലും കാര്യമായ പുരോഗതിയുണ്ടായിട്ടില്ല. 3000 രൂപ പ്രതിമാസ വേതനത്തിൽ സേവനം ആരംഭിച്ച പലർക്കും ഇന്ന് ലഭിക്കുന്നത് വെറും 26,000 രൂപയോളം മാത്രമാണ്. CF, ഇൻഷുറൻസ്, പെൻഷൻ തുടങ്ങിയ യാതൊരു സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കുന്നില്ല. ഇപ്പോഴും കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം തുടരുന്നതിനാൽ തൊഴിൽ സുരക്ഷയും ഉറപ്പാക്കുന്നില്ല. 10 വർഷത്തിലധികം സേവനം പൂർത്തിയാക്കിയ നഴ്സുമാരെ സ്ഥിരപ്പെടുത്തുകയും സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾ നടപ്പാക്കുകയും ചെയ്യണമെന്നത് ദീർഘകാലമായുള്ള ആവശ്യമാണ്. കിടപ്പു രോഗികളെ വീടുകളിൽ എത്തി പരിചരിക്കുക, മുറിവുകൾ ഡ്രസ് ചെയ്യുക, രോഗികളെ കുളിപ്പിക്കുക, ഫീഡിംഗ് ട്യൂബും യൂറിൻ കത്തീറ്ററും സ്ഥാപിക്കുകയും മാറ്റുകയും ചെയ്യുക, രോഗികളെ വ്യായാമം ചെയ്യിപ്പിക്കൽ, ഓക്സിജൻ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യുക, രോഗികളുടെ ബന്ധുക്കൾക്കും പാലിയേറ്റീവ് വളണ്ടിയർമാർക്കും പരിശീലനം നൽകുക തുടങ്ങിയ ഏറ്റവും നിർണായകമായ സേവനങ്ങളാണ് പ്രൈമറി പാലിയേറ്റീവ് നഴ്സുമാർ നിർവഹിക്കുന്നത്. കോവിഡ്, നിപ തുടങ്ങിയ പ്രതിസന്ധി ഘട്ടങ്ങളിലും ജീവൻ പണയം വെച്ച് രോഗികളെ ശുശ്രൂഷിച്ച ഇവർ ഇന്ന് സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. ഓരോ മാസവും 100 കണക്കിന് രോഗികളെ വീടുകളിലെത്തി ഹോം കെയർ സേവനത്തിലൂടെ പരിചരിക്കുന്നവരാണിവർ. മുടങ്ങിയ വേതനം ഉടൻ വിതരണം ചെയ്യുകയും പ്രൈമറി കമ്മ്യൂണിറ്റി പാലിയേറ്റീവ് നഴ്സുമാരുടെ വേതന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുകയും ചെയ്യണമെന്ന് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം സെക്രട്ടേറിയറ്റിന് മുന്നിൽ പട്ടിണി സമരം ഉൾപ്പെടെയുള്ള ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം നൽകേണ്ടി വരുമെന്നും ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി. വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അഷ്റഫ് കളത്തിങ്ങൽപ്പാറ, ജനറൽ സെക്രട്ടറി PT സുനിത, ഭാരവാഹികളായ വനജ കണ്ണമംഗലം, അമ്പിളി ബാബു രാജ്, സുമ വി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ്. നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ, ഡയമണ്ട് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് ഏരിയ, സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ.